ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി തന്നെ ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്തു കൊടുക്കുക. ഇനി ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതും ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 5 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 സെക്കൻഡ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 15 ചെറുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറുള്ളിക്ക് പകരം ഒരു സവാളയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ചെറുള്ളിയിൽ തയ്യാറാക്കുമ്പോഴാണ്. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചെറുള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നതും 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്ത് ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ആകപ്പാടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകും. ഈ ഒരു സമയം നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ടാണ് തോന്നുകയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം 7 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. ഇതിനു പകരം കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് ഇത്. ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.